ഗസയിലേക്ക് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 52 പേർ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു. അതിൽ 36 പേരും അവിടുത്തെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ് കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞത്. പക്ഷേ ഈ അഭയാർത്ഥി ക്യാമ്പല്ല, അതൊരു സൈനിക ക്യാമ്പ് അല്ലെങ്കിൽ ഹമാസിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഹമാസ് ഇപ്പോൾ പറയുന്നു 70 ദിവസത്തേക്ക് വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറാണ്, അമേരിക്ക ഇടപെടണം. നെതന്യാഹു പറഞ്ഞു ഞങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. കാരണം അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾക്കൊള്ളാൻ പറ്റില്ല. 10 പേരെ വിട്ടയക്കാമെന്ന് പറയുന്നത് ബന്ദികളെ 5 പേരെ വീതമുള്ള 2 ഘട്ടങ്ങളായിട്ട്. അപ്പോൾ നെതന്യാഹു അങ്ങനെ വേണ്ട എന്നൊരു നിലപാടെടുക്കുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടാവില്ലേ? യുദ്ധം നീട്ടിക്കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശം. അങ്ങനെ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഇതൊരു നീണ്ടു നിൽക്കാൻ പോകുന്ന യുദ്ധമാണ്, ഉടനെ ഒന്നും ഇത് തീരില്ല. അവസാനത്തെ ഹമാസിനെയും അവസാനിപ്പിക്കാതെ ഈ യുദ്ധം തീരുകയില്ല. ഇത് അന്ന് 2023 ഒക്ടോബർ 8 നെതന്യാഹു പറഞ്ഞതാണ്. അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള പല മാർഗങ്ങളും നെതന്യാഹു നോക്കും. എനിക്കിപ്പോഴും വിശ്വാസമില്ല ഈ ബന്ദികൾ എവിടെ ഇരിക്കുന്നു എന്ന് ഇസ്രായേലിന് അറിഞ്ഞുകൂടാ. സിനിജി ആലോചിച്ച് നോക്കിയേ, എത്ര നേതാക്കളെ ഇസ്രായേൽ വകവരുത്തി. യഹ്യ സിൻവർ, പിന്നെ ഒരുപാട് കക്ഷികളെയൊക്കെ. ഇറാനിൽ പോയിട്ട് അവിടെ ഒരു ഫംഗ്ഷന് പോയ മനുഷ്യനെ അവിടുത്തെ ഗസ്റ്റ് ഹൗസിലിട്ട് ബോംബ് വെച്ച് തീർത്ത് കളഞ്ഞു. ഇത്രയും സാമർഥ്യമുള്ള ഇസ്രായേലിന് ഈ ഗസയിൽ ബന്ദികൾ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിഞ്ഞുകൂടെ? ഞാൻ വിശ്വസിക്കുന്നില്ല. ബന്ദികളെ ഇടയ്ക്ക് വിട്ടുകൊടുത്തല്ലോ, ഇടയ്ക്കൊരു വെടിനിർത്തലുണ്ട്. ഈ ബന്ദികൾ ഭൂമിക്കടിയിൽ നിന്നോ ആകാശത്തു നിന്നോ വരുന്നത് ഇസ്രായേലിന് കാണാമല്ലോ. എവിടെ നിന്നാണ് ഇവർ ഇറങ്ങി വരുന്നത്? എവിടുന്നോ ഒരു കാർ വന്ന് നിൽക്കുന്നു, ഇവർ പുറത്തിറങ്ങുന്നു, സന്തോഷം. ഇവരെവിടെ നിന്ന് വന്നു എന്ന് ഇസ്രായേലിന് മനസ്സിലാവുന്നില്ല. എനിക്ക് ആ കഥ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഗസയുടെ ഓരോ ഇഞ്ചും AI വെച്ചും മറ്റേ ഉപഗ്രഹം വെച്ചും ഒക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അങ്ങനെയാണല്ലോ ഈ ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങൾ അത് ഇത് കണ്ടുപിടിക്കുന്നത്. ആശുപത്രിക്കടിയിൽ ഭീകരന്മാരുണ്ടോ എന്ന് പറഞ്ഞ് ആശുപത്രിയെ ഒഴിപ്പിച്ചും ഒഴിപ്പിക്കാതെ ബോംബ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഇസ്രായേലിന് ഈ ആൾക്കാരെ ഒളിപ്പിച്ച സ്ഥലം മാത്രം അറിയില്ല. അതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്. എനിക്ക് തോന്നുന്നത് ഹമാസ് ഒരു പക്ഷേ ഈ ബന്ദികളെ വിട്ടയച്ച് ഇത് അവസാനിപ്പിക്കാൻ തയ്യാറായിരിക്കും. ഇസ്രായേൽ പറയും, ഇപ്പം ഞങ്ങൾക്ക് ബന്ദികളെ വേണ്ട, നീ തന്നെ വെച്ചോ കയ്യിൽ, ഞങ്ങൾ ആവശ്യം വരുമ്പോൾ പറയാം കേട്ടോ. കാരണം അതവിടെ ഇരുന്നാലേ എനിക്ക് നിന്നെ അടിക്കാൻ പറ്റുള്ളൂ. അത് തിരിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ന്യായമില്ല. ഇതൊരത്ഭുതം. നമ്പർ 2, ലോകരാജ്യങ്ങളിൽ ആരും തന്നെ എടാ ആ ബന്ദികളെ തിരിച്ചു കൊടുക്കുക, ഞാൻ ഇടപെടാൻ പ്രശ്നത്തിൽ, നീ ആദ്യം അത് ചെയ്യും എന്ന് പറയാറുണ്ടോ? അതുമില്ല. അമേരിക്ക പോലും അത് പറഞ്ഞിട്ടില്ല. വെടിനിർത്തലിൻ്റെ കണ്ടീഷൻ നമുക്ക് ആലോചിക്കുമ്പോൾ ഇത് പറയാം. വാസ്തവത്തിൽ ലോകത്തിൽ ആൺപിള്ളേരുണ്ടെങ്കിൽ ഹമാസിനോട് പറയേണ്ടതാണ്, ആദ്യം നീ കാണിച്ച പോക്കൃത്തരമുണ്ടല്ലോ ഒക്ടോബർ 7 ആ പോക്കൃത്തരത്തിൽ നിൻ്റെ കൂടെ ബാക്കിയുള്ളവരെ ആദ്യം തിരിച്ചു കൊടുക്കുക, അൺകണ്ടീഷണലായിട്ട്. വെടി നിർത്തുകയോ നിർത്താതിരിക്കുകയോ വേറെ കാര്യം, ആദ്യം അവരെ തിരിച്ചു കൊടുക്കുക. ഗോ ബാക്ക് ടു ഒക്ടോബർ 7, എന്നിട്ട് വെടിനിർത്താം. ഒക്ടോബർ 6 വെടിയില്ലായിരുന്നില്ല, ഇല്ല. ഒക്ടോബർ 6 തിരിച്ചു പോകാം. ബട്ട് അതിന് ആദ്യം ചെയ്യേണ്ടത് ഹമാസ് ഇവരെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങൾ വേണമെങ്കിൽ ഇസ്രായേലിനോട് സംസാരിക്കാൻ. ഇങ്ങനെ പറയാൻ ആർക്കും തോന്നുന്നില്ല. ലോകരാജ്യങ്ങൾ ആരും തന്നെ ഈ ബന്ദികളുടെ പ്രശ്നം എടുത്തിരുന്നില്ല. ഗാസയിൽ 4000 കുട്ടികൾ, 14,000 കുട്ടികൾ, സ്ത്രീകൾ, ഗർഭിണികൾ. അവിടെ ഒക്ടോബർ 7 ഗർഭിണിയായ ആൾക്കാരുണ്ട് ഗാസയിൽ. അവരിതുവരെ പ്രസവിച്ചിട്ടില്ല, എപ്പോൾ നോക്കിയാലും ഗർഭിണിയാണ്. ഇങ്ങനത്തെ കുറേ ടീം. അപ്പോൾ ഇതെല്ലാം എല്ലാവരും പറയുന്നുണ്ട്, അവർക്ക് മരുന്ന് കൊടുക്കുക, അവർ പട്ടിണിയായി പോകും, 2 ദിവസം കഴിഞ്ഞാൽ ചത്തുപോകും എന്നൊക്കെ പറയുന്നുണ്ട്. ആരും ഈ ബന്ദികളുടെ കാര്യം പറയുന്നില്ല. യുണൈറ്റഡ് നേഷൻസ് പറയുന്നില്ല, ഗുറ്ററസ് പറയുന്നില്ല, അമേരിക്കയില്ല, ഫ്രാൻസില്ല, ജർമ്മനിയില്ല, ആരുമില്ല. ഇടയ്ക്കിടയ്ക്ക് പാലസ്തീൻ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഗസയിലേക്ക് ഇവർ ഇടപെടാൻ നോക്കും. അവർ വിസ വരെ കൊടുക്കില്ല ഇസ്രായേൽ. ഡിപ്ലോമാറ്റിക് വിസ അവർ പറഞ്ഞു, ഒരു ഡിപ്ലോമാറ്റും ഇല്ല, ആരും ഇങ്ങോട്ട് വരണ്ടെന്ന്. ഇംഗ്ലണ്ടുകാരെ കയറ്റില്ല, ഫ്രാൻസിനെ കയറ്റില്ല, ജർമ്മനിയെ കയറ്റില്ല, ആരും കയറണം, ഞങ്ങളെ ഉപദേശിക്കാൻ ആരും വരണ്ട. ട്രംപ് അധികാരത്തിലേറ്റവും ഏറിയപ്പോൾ പറഞ്ഞത് ഗസ ഞങ്ങൾ ഒഴിപ്പിച്ചെടുക്കും, ഗസ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി, ഇവരെ മൊത്തം മാറ്റും എന്നൊക്കെ പറഞ്ഞു. ഇതേ ട്രംപ് ഇപ്പോൾ അറബ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ അടുത്തപ്പോൾ ഇസ്രയേൽ ഗസയിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു.
എന്ന് പറഞ്ഞാൽ ഈ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലപാട് ട്രംപ് മാറ്റുന്നു. അപ്പോൾ ഇസ്രായേൽ പറയുന്നു ശരി ഞങ്ങൾക്ക് ആയുധത്തിന് വേണം ഇന്ത്യയെ വരെ സമീപിക്കാമെന്ന്. അപ്പോൾ മൊത്തത്തിലൊരു ആഗോളക്രമത്തിൽ മാറ്റം. അല്ല, ഇസ്രായേലിനൊരു അസ്വസ്ഥത ഉണ്ടായി ട്രംപിൻ്റെ ഗൾഫ് സന്ദർശനം. എസ്പെഷ്യലി ഖത്തറിൽ നിന്ന്. ഖത്തറാണല്ലോ ഇവരെ തീവ്രവാദക്കാരെ നമ്മുടെ ഹമാസിൻ്റെ തലവന്മാർ കൂടുതലും കുളിച്ചുകൊണ്ട് സുഖിച്ച് താമസിക്കുന്നത് ഖത്തറിലാണ്. അങ്ങനെ അവർക്ക് അഭയവും സംരക്ഷണവും കൊടുക്കുന്ന ഖത്തറിൽ നിന്ന് 400 മില്യൻ്റെ വിമാനം ഫ്രീ ആയിട്ട് മേടിക്കുന്നു. ആ വിമാനം എയർഫോഴ്സ് 1 ആയിട്ട് ഓടിക്കാൻ തീരുമാനിക്കുന്നു. അവർ എന്തോ $6000 ബില്യൺ $600 ബില്യൺ സംതിങ് അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. ആ കൂടെ വലിയ സ്വീകരണവും സംഗതിയും ഒക്കെ എല്ലാവരും എബ്രഹാം അക്കോർഡ് തത്വത്തിൽ അംഗീകരിക്കുന്നു. ഒപ്പിടുന്നത് പിന്നെ ആക്കാമെന്ന് പറയുന്നു. ഇതൊന്നും ഇസ്രായേലിന് ഇഷ്ടപ്പെടുന്നില്ല. ഇസ്രായേലിനെ ട്രംപ് മെല്ലെ ഒഴിവാക്കുന്നു എന്നൊരു ഫീലിംഗ് ഇസ്രായേലിനുണ്ട്. അതുകൂടാതെ ഹൂത്തികളുമായിട്ടും ട്രംപ് സന്ധിയിൽ ഏർപ്പെട്ടു. അതും ഇസ്രായേലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഹൂത്തികൾ അവിടുന്ന് അയച്ച മിസൈൽ ടെല്ലവീവിൽ വീഴാൻ പോയതാണ്. ഇസ്രായേലിൻ്റെ സാമർഥ്യം കൊണ്ട് അവരെ കളഞ്ഞു. ബട്ട് അത്രയധികം ശക്തി പ്രാപിച്ചിരിക്കുന്നു ഹൂത്തികൾ. ഹൂത്തികളെയൊക്കെ ഇപ്പം ഞാൻ അടിച്ച് നിലപ്പാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അമേരിക്ക കയറി ഇടപെട്ടതാണ്. ഒടുവിൽ അമേരിക്ക വിഷമിച്ചു. ആ ഹൂത്തി യമൻ്റെ തീരത്ത് തെക്ക് വടക്കായിട്ട് ഇവരാണെന്ന് തോന്നുന്നു USS ഹാരി എസ് ട്രൂമാൻ. അവിടെ കിടന്ന് ഹൂത്തികളെ ഒതുക്കാനാവുന്നത്ര ശ്രമിച്ചു. ഒതുങ്ങിയില്ല. അത്രയ്ക്ക് എഫിഷ്യൻ്റാണ് അവരുടെ ആയുധങ്ങൾ. അത് കൊടുത്തിരിക്കുന്നത് ഇറാനാണ്. ഹൂത്തിയെ ഒതുക്കാൻ പറ്റില്ല. അവസാനം ഹൂത്തിയുമായിട്ട് ധാരണയിലെത്തി. എൻ്റെ കപ്പലിനെ ഒന്നും ചെയ്യരുത്. ശരി, അമേരിക്കൻ കപ്പലുകളെ ഞങ്ങളൊന്നും ചെയ്യില്ല. അവിടെ വെച്ചൊന്ന് അവസാനിപ്പിച്ചു. ഇപ്പോൾ ഇസ്രായേൽ എവിടെ പോയി? ഇസ്രായേൽ ചിത്രത്തിലേ വന്നില്ല. ഇതൊന്നും ഇസ്രായേലിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ട്രംപ് ഇങ്ങനെ പോയി കഴിഞ്ഞാലുണ്ട് ഇസ്രായേലിൻ്റെ ശക്തി, ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ശക്തി മാത്രമല്ല, ജൂതന്മാർക്ക് അമേരിക്കയ്ക്കുള്ളിലുള്ള സ്വാധീനം കൂടിയാണ്. വലിയ പണക്കാർ, വലിയ ബിസിനസ്സുകാർ ജൂതന്മാരുണ്ട് അമേരിക്കയിൽ. അവർ പാലം വലിച്ചാലും ട്രംപ് വല്ലാതെ വിഷമിക്കും. അത് ആ ഒരു റിസ്ക് എന്തുകൊണ്ട് ട്രംപ് എടുത്തു എന്നറിയില്ല. ഏതായാലും ട്രംപിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ്. അങ്ങനെ ചെയ്തിട്ട് പോയി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഗാസയിലെ കാര്യം തീരുമാനിക്കുന്നത് ഇസ്രായേലാണ്. വേറെ ഒരു രാജ്യത്തിനും ഒന്നും ചെയ്യാനില്ല. ഇടയ്ക്കിടയ്ക്ക് UN ഹ്യൂമൻ റൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ഒന്ന് കരയുകയോ ഞരങ്ങുകയോ ഒക്കെ ചെയ്യും എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. ഇസ്രായേലിന് എന്ത് വേണമെങ്കിലും ഗസയിൽ ചെയ്യും. പക്ഷെ 10 ബന്ദികളെ വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോൾ ഇസ്രായേൽ അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞു അങ്ങനെ ബന്ദികളെ വിട്ടുതരിക എന്ന് പറഞ്ഞാൽ എന്ത് കോമ്പറ്റീഷൻ തയ്യാറാകും. അതായിരുന്നു ഹമാസ് മുതലെടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞു 70 ദിവസത്തേക്ക് പക്ഷേ വെടിനിർത്തൽ വേണം. ഹമാസ് അങ്ങോട്ട് ആവശ്യപ്പെടും. കാരണം ലീഡേഴ്സ് മൊത്തം പോയി. നയിക്കാൻ ആരുമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിട്ട് അവർ മാറിയില്ലേ. അത് അങ്ങനെ കലാശിക്കുള്ളൂ. ഇപ്പോൾ ഈ ഹമാസിനോട് ഇസ്രായേൽ സംസാരിക്കില്ല. ഹമാസ് ഈജിപ്തിനോട് പറഞ്ഞിട്ട് ഈജിപ്റ്റാണ് ഇസ്രായേലിലേക്ക് കൺവേ ചെയ്യുന്നത്. അത് ഇപ്പോൾ 70 ദിവസത്തെ വേണമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. കുറച്ച് ദിവസം കഴിയുമ്പോൾ 15 ദിവസം ആകാം. അപ്പോൾ അവർ പറയും അങ്ങനെയാണ് ഞങ്ങൾ 10 പേരെ തരില്ല, 5 പേരെ തരാൻ പറയും. അങ്ങനെ അത് കുറേ കൂടെ നീണ്ടുപോകും. അങ്ങനെ പോയിട്ട് അവസാനം കുറച്ച് ബന്ദികളെ വിട്ട് കുറച്ച് ദിവസത്തെ വെടിനിർത്തൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഇസ്രായേൽ അവരുടെ ലക്ഷ്യം കാണും. വെടിനിർത്തിയും നിർത്താതെയും പിടിച്ചു പോകുക. ചിലപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും കപ്പാസിറ്റിയുള്ള സാങ്കേതിക വിദ്യയിൽ ഇത്രയും മുന്നിലുള്ള ഇസ്രായേലും അമേരിക്കയും കൂടെ വിചാരിച്ചാൽ എന്തുകൊണ്ടാണ് ഈ ബന്ദികളെ കണ്ടെത്താത്തത്? ബന്ദികളില്ലേ? എനിക്കറിയില്ല. ഞാനതാ പറയുന്നത്. എനിക്കത് എപ്പോഴും തൊണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങുന്നില്ല ഈ പറഞ്ഞ സാധനം. ഇത്രയൊക്കെ സാമർഥ്യം ഉണ്ടായിട്ട് ഈ ബന്ദികൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ, ഈ പണ്ട് ഇസ്രായേൽ റെസ്ക്യൂ അറ്റ് എൻറ്റബെ എന്ന് പറയുന്നത് ഉഗാണ്ടൻ വിമാനത്താവളത്തിൽ പോയി അവിടുത്തെ വിമാനത്തിനുള്ളിൽ കയറിയിട്ട് ഇസ്രായേലുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന ആൾക്കാരാണ് ഇസ്രായേലുകാർ. അത്ര വലിയ സാമർഥ്യമാണ്, അത്ര വലിയ ഇൻ്റലിജൻസാണ് അവരുടെ. എന്നിട്ട് ഈ ബന്ദികൾ ഗാസയിൽ ഇരിക്കുന്നത് അവർക്ക് ഇത്രയും നാളായിട്ട് കണ്ടെത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ. വർഷം ഇപ്പോൾ രണ്ട് കഴിഞ്ഞു അല്ലേ? അല്ല 2 ആകാൻ പോകും. അപ്പോൾ അവർക്ക് ബന്ദികൾ എവിടെയാണെന്ന് അറിയില്ല എന്ന് പറയുന്നത് എനിക്ക് സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ച് നോക്ക്. ഞാൻ പ്രതിരോധ വിദഗ്ധനോ സംഗതിയോ ഒന്നുമല്ല. സാമാന്യ ബുദ്ധിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അതെന്ത് കളിയാണെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇതല്ലാതെ വേറെ ന്യായവും കാണുന്നില്ല.
അവരുടെ കയ്യിൽ ബന്ദികൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് ഒരു ന്യായം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആര് ചോദിച്ചാലും ഇസ്രായേൽ പറയുന്നതാണ്, നിങ്ങൾ അവരെ ഇങ്ങനെ തല്ലുന്നതിന് ഞങ്ങളുടെ ആൾക്കാരെ അവർ പിടിച്ചു വച്ചിരിക്കുന്നു. അല്ല, അത് തിരിച്ചു കൊടുക്കുക, അൺകണ്ടീഷണലായിട്ട് തിരിച്ചേൽപ്പിച്ച് മാപ്പ് പറയാൻ പറ, എന്നാൽ ഞാൻ നോക്കാം, ആ രീതിയിൽ. അപ്പോൾ ഇങ്ങനെ പറയണമെങ്കിൽ ഒരു 10 ബന്ദികൾ അവരുടെ ഇരിക്കണ്ടേ, അതുകൊണ്ട് വെച്ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഹമാസ് വെറുതെ വിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും വിടണ്ട, 2 ദിവസം കഴിഞ്ഞ് മതി. അപ്പോൾ 3 മിസൈലുകൾ വിട്ടുവെന്ന് ഇസ്രയേൽ തന്നെ സമ്മതിച്ചു. ആ 2 അവിടെ എത്തിയെന്ന് ഗസയിലും അവരും പറയുന്നു. അപ്പോൾ ഗസക്കാരെ ഇനി പരസ്യമായിട്ട് ആക്രമിക്കാൻ ഇസ്രയേൽ അങ്ങ് തീരുമാനിച്ചു, ലോകം എന്തും പറഞ്ഞോട്ടെ. അത് ഇതുവരെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ അവർ. 2023 ഒക്ടോബർ 8 മുതൽ ഇസ്രായേൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലോകത്തെയും അവർ മൈൻഡ് ചെയ്തിട്ടില്ല, പേടിച്ചിട്ടുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.